ഇന്ത്യൻ അതിർത്തിയിൽ BSFനെ വെല്ലുവിളിച്ച് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ. ഒരാളെ സ്പോട്ടിൽ തന്നെ തീർത്ത് സുരക്ഷാ സേന. BSF സൈനികർ ബംഗ്ലാദേശ് അതിർത്തിയിൽ പെട്രോളിംഗ് നടത്തുന്നതിനിടയിലാണ് 8 മുസ്ലിം യുവാക്കൾ സ്ഥലത്തേക്ക് കടന്നു വരുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് സൈനികർ അവരെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അവരുടെ ഐഡന്റിറ്റി ചോദിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് യുവാക്കൾ സൈനികർക്ക് നേരെ തോക്കുകൾ ചൂണ്ടി. സൈനികർ യുവാക്കൾക്ക് നേരെയും തോക്കുകൾ ചൂണ്ടുകയായിരുന്നു. ഇതിനുശേഷം ഇരുവശത്തു നിന്നും വെടിവെപ്പ് ആരംഭിക്കുകയും ചെയ്തു. ഇതിലാണ് ഒരു യുവാവ് കൊല്ലപ്പെടുകയും ചെയ്തത്. ബാക്കിയുള്ള 7 പേർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഈ സമയത്ത് ഒരു സൈനികന് പരിക്കേൽക്കുകയും ആ പരിക്കേറ്റ സൈനികൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് 8 പേരും ഒരു പശുക്കടത്തുകാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പശുക്കളെ മോഷ്ടിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ജൽപൈഗൂരിലെ രാഖൻഷിലെ കുക്കുർജാൻ പ്രദേശത്താണ് ആ ഗ്രാമത്തിനോട് ചേർന്നുള്ള മുള്ളുവേലി തകർത്താണ് ഈ ബംഗ്ലാദേശി പശുക്കടത്തുകാർ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമം നടത്തുന്നത് എന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തിയിൽ കനത്ത സുരക്ഷയാണ് ഇപ്പോൾ സൈന്യം പുലർത്തി വരുന്നതും. അതേസമയം നിരന്തരം ബംഗ്ലാദേശികൾ ഇന്ത്യൻ അതിർത്തി കടന്നുകൊണ്ട് എത്താനുള്ള തീവ്ര പരിശ്രമത്തിലാണ്. താനൊരു ബംഗ്ലാദേശിയാണ് എന്ന് ഒരു യുവാവ് മാധ്യമ പ്രവർത്തകന്റെ ചോദ്യങ്ങൾക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വിളിച്ചു പറയുന്ന ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വൈറലായി മാറുകയാണ്. വീഡിയോയിൽ ബംഗ്ലാദേശി മുസ്ലിം മാധ്യമ പ്രവർത്തകനോട് തനിക്ക് ഇഷ്ടമുള്ള ആരെയും വിളിക്കാമെന്ന് പറയുന്നു. താൻ ബംഗ്ലാദേശിയാണ്, ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും ഇവിടെ നിങ്ങൾക്ക് വരണമെങ്കിൽ ആദ്യം തന്റെ മാനദണ്ഡത്തിന്റെ അനുമതി വാങ്ങണമെന്നും അവിടെ ഉണ്ടായിരുന്ന ഒരു വൃദ്ധൻ ഈ മാധ്യമ പ്രവർത്തകനോട് ഇങ്ങനെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരിക്കും ബംഗ്ലാദേശികളുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത്. ഇതിനുശേഷം ഒരു സ്ത്രീ ദേഷ്യത്തോടെ തന്നെ അവിടെ എത്തുകയും മാധ്യമ പ്രവർത്തകനെയും അതുപോലെ തന്നെ ക്യാമറാമാനെയും ഭീഷണിപ്പെടുത്താൻ തുടങ്ങുകയായിരുന്നു. അവർ എങ്ങനെയാണ് അവിടെ എത്തിയതെന്നും സ്ത്രീ ചോദിച്ചു. അതിനുശേഷം ആ സ്ത്രീയും അവിടെ ഉണ്ടായിരുന്ന ആളുകളും അവരോട് ക്യാമറ ഓഫ് ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു. അതേസമയം ഈ വീഡിയോ ഡൽഹിയിലെ ഒരു കോളനിയിൽ നിന്നുള്ളതാണ് എന്നും പറയപ്പെടുന്നു. പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അതേസമയം ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ രാജ്യമെമ്പാടും ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് കടക്കുമ്പോൾ തന്നെ ബംഗ്ലാദേശികൾ അതിർത്തിയിൽ പിടിക്കപ്പെടാനായും അങ്ങനത്തെ വാർത്തകളും പുറത്തു വന്നിരുന്നു. മുംബൈയിൽ 16 ബംഗ്ലാദേശി പൗരന്മാരെയാണ് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തതും. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ മുംബൈ പോലീസ് നടപടിയെടുക്കുകയും അത് ചെയ്യുന്നത് ഇതാദ്യമായല്ല. 2 ദിവസം മുൻപ് മുംബൈയിൽ നിന്ന് നിരവധി ബംഗ്ലാദേശികളെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഈ സമയത്ത് തങ്ങൾ ഈ ബംഗ്ലാദേശികളെ പിടികൂടിയത് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. ആ രഹസ്യചാരനെ കുറിച്ചുള്ള ചില വിവരങ്ങളാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.